അറിയാണ്ട് പോലും നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടാൽ പോലും ആ ഒരു വാഹനം ആ ഒരു ലൈൻ പോകുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോയിക്കോളും. കുറച്ചിങ്ങനെ ഇടുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലതരത്തിലുള്ള ഒരു സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീൽ വരുന്നില്ല, കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അത് ഈ ഒരു വാഹനം 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം ഒരു 60 പൈസയുടെ അത്രേ ചിലവ് വരുന്നുള്ളതാണ് അവർ ആ ഒരു മാർക്കറ്റിംഗ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഈ ഒരു വണ്ടി, ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി നമുക്കൊരു ഡെമോ കാറായിട്ട് നമുക്ക് സെയിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു വാഹനം വളരെ ലോ പ്രൈസിൽ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ആൾക്കാർക്ക് മാറി, സെഡാൻ കാറുകളൊക്കെ മാറിപ്പോയി. ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലി നമ്മുടെ മാരുതിയുടെ സിയാസ് നിർത്താൻ പോകുന്നതാണ് പറയുന്നത്. വെൽക്കം ബാക്ക് ജിനോ ടെക് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ MGയുടെ അല്ലെങ്കിൽ മോറിസ് ഗാരേജിൻ്റെ ZS EV എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഈ വാഹനം ഓടിച്ചതിനുള്ള ഒരു എക്സ്പീരിയൻസ്, ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനെ പറ്റിയിട്ട്, ഈ വാഹനത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, അതുപോലെ തന്നെ ഈ വാഹനത്തിന് എത്ര പ്രൈസ് വരുന്നുണ്ട്, ഇതിൻ്റെ വേരിയൻസിൽ എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ അഡാസ് ഫീച്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. MG എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യയിലെ EV സെഗ്മെൻറ്റിലേക്ക് വളരെ ക്വിക്കായിട്ട് കടന്നു വന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. കാരണം ഒരുപാട് ഇന്ത്യൻ ബ്രാൻഡുകളൊക്കെ EV കാറുകളെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ടെക്നോളജി കണ്ടുപിടിച്ച് വെക്കുകയും അവർ പെട്ടെന്ന് തന്നെ വളരെ ക്വിക്കായിട്ട് ആ ഒരു ഇൻഡസ്ട്രിക്ക് കടന്നു വരികയും ഒരുപാട് കാർസ് സെയിൽ ചെയ്ത് ഒരുപാട് കസ്റ്റമേഴ്സിനെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. അതിൽ ആ ഒരു കസ്റ്റമേഴ്സിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ ZS EV എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ IC എഞ്ചിൻ മോഡൽസും നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം അറിയാലോ. സോ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്, പക്ഷേ വണ്ടി കാണാൻ വളരെ ഭംഗിയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ EVകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ബെൻസ്, BMW പോലുള്ള പ്രീമിയം കാറുകൾ പോലും വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് EV കാറുകളിൽ. സോ അതുപോലെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എന്നാൽ വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൻ്റെ. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രില്ലും ഹെഡ് ലാമ്പും ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കുത്തി കയറ്റിയിട്ടുള്ള ഡിസൈൻസാണ് ഇപ്പോൾ കാറുകളൊക്കെ വരുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇത് കണ്ട വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്താലും ഇത്രയും ഭംഗി വരുന്നത് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാർ കൂടിയാണ് നമ്മുടെ ZS EV എന്ന് പറയുന്നത്. ഇനി ഫ്രണ്ട് ഗ്രില്ല് വളരെ സിമ്പിളാണ്. നമുക്കിവിടെ ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കും, MGയുടെ ലോഗോ ഉണ്ട്, താഴെ നമുക്ക് എയർ ഡാം യൂണിറ്റ് ഉണ്ട്, നമുക്കിവിടെ പ്രൊജക്ടർ LED ലാമ്പ് ഉണ്ട്, DRL ഉണ്ട്. ഇത്രയും പറയുള്ളൂ, വളരെ സിമ്പിളാണ്, വേറെ ഒന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു വണ്ടിയുടെ ലുക്ക് ഭീകരം തന്നെയാണ്. റോഡ് പ്രസൻസ് അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഒരു വൈറ്റ് കളർ, അത് കാൻഡി വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഈ ഒരു കളറിൽ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റോഡ് പ്രസൻസ് എന്ന വേറെ ലെവലാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കളറുമാണ് വണ്ടിയാണിത്. ഇനി നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈലിനെ പറ്റി പറയുകയാണെങ്കിലും വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്. കണ്ട ഈ ഒരു മിററൊക്കെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്തേക്കണത് വളരെ ഭംഗിയുണ്ടല്ലേ, വളരെ സിമ്പിളാണ് പക്ഷേ വളരെ ക്യൂട്ടാണ്. ഈ സൈഡ് പ്രൊഫൈലും ഈ ഒരു വാഹനത്തിന് എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഒരുപാട് വാഹനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ. അതുതന്നെ നമുക്ക് 17 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് വരുന്നുണ്ട്, ഇവിടെ ഇലക്ട്രിക് എന്നുള്ളൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇലക്ട്രിക് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ഫോണ്ട് സ്റ്റൈൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്താണെന്ന് അറിയില്ല, വളരെ സിമ്പിളായിപ്പോയി. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ ഒക്കെ ഓക്കെയാണ്. ഇവിടെ നമുക്ക് സെൻസർ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട്. ബാക്കി ഒന്നും പറയാനില്ല. നമുക്കിവിടെ ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്, മേ ബി അതൊരു ഡെമോ ആയിരിക്കാം. അല്ല, ഇത് കുറച്ച് അത്യാവശ്യം സ്ട്രോങ് ആണ്, നമുക്ക് ഇവിടെ കെട്ടി വയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി എല്ലാം കൊണ്ട് ഓക്കെയാണ്. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് 177 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ചെറിയൊരു കൊണ്ടുപോയുള്ള റോഡോട് പോകുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോകാൻ സാധിക്കുന്ന ഒരു EV കാറാണ് ഇത്. ഇനി ഫ്രണ്ട് സൈഡ് എങ്ങനെയാണോ അത്ര തന്നെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള റിയർ സൈഡ് ഡിസൈനുമാണ്. ഈ ഹെഡ് ലാമ്പൊക്കെ കണ്ട കണക്റ്റഡ് ടൈൽ ലാമ്പൊന്നുമില്ല, പക്ഷേ കാണാൻ വളരെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് ആ ഡാസിൻ്റെ ബാഡ്ജിങ് കാണാം, MGയുടെ വലിയൊരു ലോഗോ ഉണ്ട്, നമുക്കിവിടെ ZS EVയുടെ ബാഡ്ജിങ് കാണാം. ഇത്രയൊക്കെ പറയാനുള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു മോഡൽ എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് വരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയി. ഇതിന് കുറച്ച് മുന്നേ നമുക്കിവിടെ എക്സ്ക്ലൂസീവ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഉണ്ടായിരുന്നു, അതിനാണ് പിന്നീട് എസെൻസ് എന്ന് പറഞ്ഞ പേരിൽ മാറ്റിയത്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 4 മോഡലിലായിട്ട് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. റിയർ സൈഡിൽ നമുക്കിവിടെ ഡീഫോഗർ കോയിൽസ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ഒരു മോഡലിൽ നമുക്കൊരു റിയർ വൈപ്പറും വരുന്നുണ്ട്, പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് റിയർ സൈഡിൽ വരുന്ന വിശേഷങ്ങൾ. നമുക്കിനി ഡിക്കി ഒന്ന് തുറന്നു നോക്കാം. നമുക്ക് ഇവിടെ കണ്ട ഈ ഒരു സംഭവം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ഡിക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. ഒരു ഫാമിലിയുടെ എല്ലാ ലഗേജസും വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ നമ്മൾ വല്ല പിക്നിക്കിനും കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും പറയണ പോലെ വളരെ സുഖമായിട്ട് ഈ ഒരു വണ്ടിയിലും ഇരിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പുറകിൽ നിന്നുള്ള വിശേഷങ്ങൾ.
അങ്ങനെ നമ്മൾ MG-ZS EVയുടെ ഡിസൈനിങ്ങിനെ പറ്റി സംസാരിച്ചു. നമ്മൾ ഫ്രണ്ട് ഡിസൈനെ പറ്റി സംസാരിച്ചു, സൈഡ് പ്രൊഫൈലിനെ പറ്റി സംസാരിച്ചു, റിയർ ഡിസൈനെ പറ്റി സംസാരിച്ചു. ഇനി നമുക്ക് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നേക്കാൾ മുന്നേ നമുക്ക് ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തന്നിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തെ പാറയമ്പാടത്തുള്ള മോട്ടോ കണ്ടാണ്. സോ ഈ താഴെ കാണുന്ന ബ്രാൻഡുകളിലെ എല്ലാം കാറുകളുടെ സെയിൽസ് അവർ ചെയ്യുന്നുണ്ട്. സോ ഈ ബ്രാൻഡുകളിലെ കാറുകളെ പറ്റിയിട്ടുള്ള എൻക്വയറിക്ക് വേണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ചോദിക്കാവുന്നതാണ്. മാത്രമല്ല ഇവരുടെ കെയർ ഓഫിൽ നമുക്ക് ഡെമോ കാർസ്, അതുപോലെ തന്നെ ഇയർ ബാക്ക് ആയിട്ടുള്ള കാർസുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. അതൊക്കെ വളരെ നല്ല രീതിയിലുള്ള പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഈ ഒരു വണ്ടി, ഈ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി നമുക്കൊരു ഡെമോ കാറായിട്ട് നമുക്ക് സെയിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു ടോപ്പ് മോഡലിൽ വരുന്ന ഈ ഒരു വാഹനം വളരെ ലോ പ്രൈസിൽ, അതായത് ഒരു സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ പ്രൈസിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ചെറിയ രീതിയിൽ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടെങ്കിൽ ചില ടെസ്റ്റ് ഡ്രൈവുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അത്രയും പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. വണ്ടി ഫുൾ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ്. ഞാൻ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഈ ഒരു ടോപ്പ് മോഡൽ വാഹനം, അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോ എന്ന് പറയുന്ന പേര് പിന്നീട് മാറിയിട്ട് എസെൻസ് എന്നാക്കിയിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലെവൽ 2 ADAS ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഏകദേശം 17 ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് ലൈൻ അസിസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് എമർജൻസി സ്റ്റോപ്പ്, കൊളീഷൻ വാർണിംഗ് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ 2 ADAS തന്നെയാണ്. അത് തന്നെ നമുക്ക് 3 ടേംസിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ലോ ലെവലിൽ മതിയോ, മീഡിയം റേഞ്ചിൽ മതിയോ, ഹൈ റേഞ്ച് ലെവൽ സേഫ്റ്റി വേണോ എന്നുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓരോ സമയത്തും ഓരോ സേഫ്റ്റി വാർണിംഗ് തരുമ്പോൾ നമുക്കത് 3 തരത്തിൽ നമുക്കത് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. ഒന്ന് ഹാപ്റ്റിക്കിൽ തരും, ഒന്ന് നമുക്ക് ഓഡിയോയിൽ തരും, അതുപോലെ തന്നെ വിഷ്വലിൽ തരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം നമുക്ക് അലർട്ടായിരിക്കും. നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൊണ്ട് നമ്മൾ ഫുൾ ടൈം നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് അലർട്ടായിരിക്കും. നമുക്ക് കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കും. അഡാസ് ഫീച്ചേഴ്സ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ലൈൻ ഡിപ്പർച്ചർ വാർണിംഗ് ആണ്. അതായത് നല്ല രീതിയിൽ ലൈൻ ഇട്ടുള്ള ഒരു റോഡാണെങ്കിൽ നമ്മൾ ആ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ലൈൻ ഫോളോ ചെയ്തിട്ടല്ലേ പോണത്, അല്ലെങ്കിൽ നമ്മൾ ലൈൻ റോഡിൽ നിന്ന് തെറ്റി പോയിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വാർണിംഗ് നമുക്ക് വളരെ ക്വിക്കായിട്ട് നമുക്ക് കിട്ടും. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വാഹനത്തിനെ ആ ഒരു ലൈൻ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഓടിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു വാഹനം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയാണ്ട് പോലും നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടാൽ പോലും ആ ഒരു വാഹനം ആ ഒരു ലൈൻ പോകുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് ഫോളോ ചെയ്ത് പോയിക്കോളും. അത് എപ്പോഴും ചെയ്യാനുള്ളൊരു ഫീച്ചറല്ല. നമ്മൾ എന്തെങ്കിലും ഒരു അശ്രദ്ധ മൂലം നമ്മൾ ലൈനിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈൻ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈൻ ഫോളോ ചെയ്തുകൊണ്ട് വാഹനം പൊക്കോളും. മറ്റൊരു കാര്യം പറയുന്നത്, ഇതിൽ IHC വരുന്ന ഒരു വാഹനമാണ്. അതായത് ഇൻ്റലിജൻറ്റ് ഹെഡ്ലൈറ്റ് കൺട്രോൾ. നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത് സ്പീഡ് അസിസ്റ്റ് സിസ്റ്റമാണ്. അതായത് SAS എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വാഹനത്തിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പറയാനുള്ളത് ഫോർവേഡ് കൊളീഷൻ വാർണിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലേക്ക് മറ്റൊരു വാഹനം വരികയോ അല്ലെങ്കിൽ വേറൊരാൾ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വാർണിംഗ് തരികയും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കുകയും ഈ ഒരു വാഹനം ഓട്ടോമാറ്റിക്കലി ചെയ്യും. ഇനി നമ്മുടെ വാഹനം വളരെ പെട്ടെന്ന് മറ്റൊരു വാഹനമായിട്ട് ഇടിക്കാൻ പോവുകയാണെന്നുള്ള ആ ഒരു സ്റ്റേജിലെത്തുകയാണെങ്കിൽ, അത്രയും ക്ലോസ് ആയിട്ട് എത്തുകയാണെങ്കിൽ ഈ ഒരു വാഹനം എമർജൻസി ബ്രേക്കിംഗ് വഴി നമുക്ക് നമ്മുടെ വാഹനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നമ്മുടെ ലെവൽ 2 ADASന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഫീച്ചേഴ്സാണ്. മറ്റൊരു കിഡിലൻ ഫീച്ചർ വരുന്നത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ ബന്ധപ്പെട്ടുള്ളതാണ്. ഇൻ്റലിജൻറ്റ് ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ പ്രസ് ചെയ്യേണ്ട പ്രഷറിനേക്കാൾ കൂടുതൽ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ കുറവ് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വണ്ടി അത് സ്വയം ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്കിങ്ങിനെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അസിസ്റ്റൻസ് തരുന്നതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ഉള്ള പോലെ തന്നെ നമുക്ക് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്. വളരെ വലിയ അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള സ്ട്രെയിറ്റ് ഹൈവേസിലൂടെയൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ എപ്പോഴും ആക്സിലറേറ്റർ കൊടുക്കാതിരിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരുന്നോളും. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നമ്മുടെ ട്രാഫിക് ജാം അസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചർ. അതായത് നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ളൊരു ട്രാഫിക്കിൽ എത്തുകയാണെങ്കിൽ ഫ്രണ്ടിലെ വണ്ടീനെ ഫോളോ ചെയ്ത് പോവുകയും ആവശ്യമുള്ള സമയത്ത് ബ്രേക്ക് ചെയ്യുകയും വണ്ടി അല്ലാത്ത സമയത്ത് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല കിഡിലൻ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് 360 ഡിഗ്രിയുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റോ വാഹനം പുറകിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാർണിംഗ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ഈ ഒരു ലെവൽ 2 ഫീച്ചറിൽ വരുന്ന സംഭവങ്ങളാണ്. മറ്റൊരു ഫീച്ചറിനെ പറ്റി പറയാനുള്ളത് നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഫീച്ചറിനെ പറ്റിയിട്ടാണ്. അതായത് ഈ വാഹനത്തിന് A പില്ലർ ആണെങ്കിലും B പില്ലർ ആണെങ്കിലും C പില്ലർ ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളായിരിക്കും. അതായത് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെയൊരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒബ്ജക്റ്റുകളെ ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ വാർണിംഗ് നമുക്ക് തരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഏതൊരു വണ്ടി ക്രോസ് ചെയ്ത് പോയാലും നമുക്ക് അതിൻ്റെ
വാണിംഗ് കാര്യങ്ങളൊക്കെ തരും. സോ വളരെ സേഫായിട്ട് നമുക്ക് ഈ ഒരു വാഹനം എവിടെ വേണമെങ്കിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ 461 കിലോമീറ്ററാണ് 100% ചാർജ് ചെയ്ത് ഈ ഒരു വാഹനം ഓടുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ ആണല്ലേ. ഇപ്പോൾ എന്നെ പോലത്തെ ഒരാൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ 200 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യുന്ന നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ലോങ് റൈഡ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 200 കിലോമീറ്റർ ആയിരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലർക്കും പലതായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു 460 കിലോമീറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് ഡ്രൈവ് പോകണമെങ്കിൽ നമ്മൾ എക്കോലിറ്റർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 200 വൺ സൈഡ് പോയി തിരിച്ചും 200 തിരിച്ച് വന്നെങ്കിൽ ബാക്കി ഒരു 60 കിലോമീറ്റർ കൂടി നമുക്ക് ബാക്കി അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ റേഞ്ച് ഇനഫായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാറ്ററി പാക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് 50.3 kWh ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി പാക്കാണ്. നമ്മുടെ MGയുടെ പ്രിസമാറ്റിക് സെൽ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് വരുന്നത്. സോ ഈ പ്രിസമാറ്റിക് സെൽ എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ ഒരു ബോക്സി ടൈപ്പ് ആയതുകൊണ്ട് വിളിച്ചൊരു പേരാണ്. സോ ഇതിൽ ഈ ഒരു ടൈപ്പ് ബാറ്ററി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്നുണ്ട്, നല്ല ചാർജിങ് എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററി പാക്ക് IP69K എന്ന് പറഞ്ഞിട്ടുള്ള റേറ്റിംഗിൽ വന്നിട്ടുള്ളതാണ്. അതായത് ഡസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ ഒന്നും പ്രശ്നമില്ല. ഈ ഒരു ബാറ്ററി പാക്കിലേക്ക് ഒരിക്കലും വാട്ടറോ ഡസ്റ്റോ കയറില്ല എന്നുള്ള പ്രൂഫിങ് വന്നിട്ടുള്ള ഒരു ബാറ്ററി പാക്കാണിത്. ASILD അതുപോലെ തന്നെ VS2580 പോലുള്ള റേറ്റിങ്ങുകളൊക്കെ ഉള്ള ഒരു ബാറ്ററിയാണ്. അത്യാവശ്യം നല്ല സേഫർ ആയിട്ടുള്ള ഒരു ബാറ്ററി എന്നാണ് പറയുന്നത്. ഈ ഒരു ബാറ്ററിയുടെ ചാർജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ DC ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് 80% ആവാനായിട്ട് വെറും 60 മിനിറ്റ്സ് മതി. അപ്പോൾ ഒരു 1 അവറിനുള്ളിൽ നമുക്ക് 80% ട്രാവൽ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ട്രിപ്പ് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് AC ഫാസ്റ്റ് ചാർജറാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 100% ഏകദേശം ഒരു 9 hours കൊണ്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ചാർജറൊക്കെ നമുക്ക് ഷോറൂമിൽ തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ നോർമൽ ഈ ഒരു വാഹനത്തിൽ വരുന്ന ചാർജറാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 18 to 19 hours ആയിരിക്കും നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരും 100 കിലോമീറ്റർ ആവാനായിട്ട്. സോ സാധാരണ ഈ ഒരു റേഞ്ചിലൊക്കെ ഉള്ള പോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് കൊടുക്കുക എല്ലാ കാറുകളുള്ള പോലെ തന്നെയാണ്. പക്ഷേ അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാർജിങ് ടൈമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൽ നമുക്ക് പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാനും സാധിക്കും, കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ റിവ്യൂ ചെയ്യായിരിക്കില്ല കുറച്ചുകൂടി നല്ലത്, കാരണം നല്ല ലൈറ്റ് വന്ന പോലെ തോന്നി. അപ്പോൾ നമുക്ക് വലിയ ഹീറ്റൊന്നും ആ ഒരു സൈഡിൽ നിന്ന് വരുന്നില്ല. ഇപ്പോൾ വരുന്ന പല കാറുകളും കംപ്ലൈൻ്റ് ആണ്, ഇതിന് തീരെ കട്ടിയില്ല, അതുകൊണ്ട് ഗ്ലാസ്സിൽ നിന്ന് ഹീറ്റ് അകത്തേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെയുള്ള കവറിങ്ങിൽ നിന്നൊക്കെ ഹീറ്റ് പുറത്തേക്ക് വരുന്നുള്ള ഒരുപാട് കംപ്ലയിൻസ് ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ AC ഇട്ട് പോകുന്ന സമയത്തൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സെറ്റിംഗ്സുകൾ ഇതിൽ ചെയ്യാൻ സാധിക്കും. അതൊക്കെ ഇതിൻ്റെ ടോപ്പ് മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ സേഫ്റ്റി പാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ലെവൽ 2 ADASന്റെ കൂടെ തന്നെ വളരെ നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറ. നിങ്ങൾ ഫ്രണ്ട് സൈഡിൽ നോക്കിയാലും ക്യാമറ കാണാൻ സാധിക്കും, മിററിൻ്റെ താഴെയും ക്യാമറയുണ്ട്, റിയർ സൈഡിൽ നോക്കിയാലും ക്യാമറ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് ഒരു ക്യാമറ വഴി നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ക്യാമറ നോക്കിയിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് ആണ് ഇതിന് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അത് അത്യാവശ്യം നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. നമുക്ക് ആക്സിഡൻറ്റ് സമയത്തൊക്കെ എയർ ബാഗ്സ് എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. മാൻഡേറ്ററി ആണ്, എന്നാലും 6 എയർ ബാഗ്സ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ കയറ്റം കയറുന്ന സമയത്ത് നമ്മൾ വണ്ടി പെട്ടെന്ന് നിന്നു അത് റിവേഴ്സ് വരാതിരിക്കാനും, അതുപോലെ ഇറക്കം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വാഹനം പെട്ടെന്ന് നിന്നു അത് മുന്നോട്ട് പോകാതിരിക്കാനൊക്കെ ഉള്ള തരത്തിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ വാഹനം വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പെട്ടെന്നൊക്കെ തിരിച്ചാലും നമ്മുടെ വാഹനത്തിന് റോളിംഗ് വരാതെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു ഫീച്ചറും ഈ ഒരു വാഹനത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. ESC എന്നാണ് ആ ഒരു ഫീച്ചറിൻ്റെ പേര്. ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 176 PS ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ ഫിഗേഴ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 0 to 100 വെറും 8.5 seconds കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നത്. പിന്നെ ഇവരുടെ വാറണ്ടി സ്കീംസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 3 year കിലോമീറ്റർ റേഞ്ച് ഇല്ലാതെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ്. അതായത് 3 yearൽ നമുക്ക് എത്ര കിലോമീറ്റർ വാഹനം ഓടിച്ചാലും അതിന് വാറണ്ടി കിട്ടുന്ന ഒരു ഫീച്ചർ നമുക്ക് ഒരു കമ്പനി തരുന്നുണ്ട്. അതുപോലെ തന്നെ 3 year നമുക്ക് നമ്മുടെ റോഡ് അസിസ്റ്റൻറ്റ്, നമ്മുടെ വണ്ടി എവിടെയെങ്കിലും സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ നമുക്ക് അവർ തന്നെ വന്ന് പിക്ക് ചെയ്യുന്ന പോലത്തെ ഒരു ഫീച്ചർ നമുക്ക് ഇതിനോട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 3 year നമുക്ക് ലേബർ ഫ്രീ ആയിട്ടുള്ള സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വാറണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 8 വർഷത്തേക്കാണ്, അല്ലെങ്കിൽ 1,50,000 കിലോമീറ്ററിലേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വാറണ്ടി പാക്കാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓവറോൾ പറയുന്നത് ഈ ഒരു വാഹനം 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏകദേശം ഒരു 60 പൈസയുടെ അത്രേ ചിലവ് വരുന്നുള്ളതാണ് അവർ ആ ഒരു മാർക്കറ്റിംഗ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ചാർജിങ് സ്റ്റേഷനിൽ നമ്മുടെ വീടുകളൊക്കെ വെച്ചിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആണ് ഗൈസ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾക്ക് സൈറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ സ്കീംസ് നോക്കി നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പറയാം. ഫസ്റ്റ് ഇതിൻ്റെ ലോക്ക് അൺലോക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പവർ വിൻഡോ കൺട്രോൾസും ഉണ്ട്. ഇവിടെ ചെറിയൊരു ഹാൻഡിലുണ്ട്, ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് താഴെ. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ എയ്റോപ്ലെയിൻ്റെ ഒക്കെ ആ ഒരു
എഞ്ചിൻ്റെ ഒരു ഡിസൈനിൽ വന്നുള്ള ഒരു AC വെൻസ് കാണാൻ സാധിക്കും, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് മിറർ കൺട്രോൾസ് വരുന്നുണ്ട്, ഇവിടെ ലൈറ്റ് കൺട്രോൾസ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ്, നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ഡി കട്ട് വരുന്ന സ്റ്റിയറിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മീഡിയ കൺട്രോൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് ബാക്കി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾസ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അടിപൊളിയാണ്, കാണാൻ സൂപ്പറാണ്, ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഫ്രണ്ടിൽ നല്ല വൈഡ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് ഉണ്ട്. നമുക്ക് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്, അടിപൊളി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ജിയോ 7 അടക്കമുള്ള എല്ലാ ആപ്പുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതുപോലെ നാവിഗേഷൻ, മ്യൂസിക് പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് ഓൺ ചെയ്തിട്ടില്ല, അതാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓണായിട്ട് വന്നു, എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്ക് പോകാനായിട്ട് ഹോം ബട്ടൺ ഇവിടെ പ്രസ് ചെയ്താൽ മതി. ബാക്കി എല്ലാ AC കൺട്രോൾ ഡീറ്റെയിൽസ്, ബാറ്ററി പെർസെൻറ്റേജ്, മ്യൂസിക്, ഇതൊക്കെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള ആപ്പിൾ കാർപ്ലേ പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല ഇന്നത്തെ കാലത്ത് വരുന്ന രീതിയിലുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴെ AC കൺട്രോൾ സ്വിച്ചസ് ഇവിടെ കാണാം, ടെമ്പറേച്ചർ കൺട്രോൾ. ഇവിടെ നമുക്ക് കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോൻ്റെ USB കേബിൾ കാണാൻ സാധിക്കും, C ടൈപ്പ് USB കേബിൾ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു 12 വോൾട്ട് ചാർജിങ് സപ്ലൈ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സെലക്ടർ, ഗിയർ സെലക്ടർ എടുക്കുന്ന റിവേഴ്സ്, ന്യൂട്രൽ, അതുപോലെ തന്നെ ഡ്രൈവ് എന്നുള്ള മോഡുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എക്കോ സ്പോർട്ട് നോർമൽ മാറുന്നുണ്ട, അവിടെ മാറ്റാനായിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു റീജനറേഷൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററി ഇൻഫർമേഷൻ നമുക്ക് ധൈര്യമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് 45% ആണ് നമുക്ക് ബാറ്ററി ഉള്ളത്. ബാക്കി ഡീറ്റെയിൽസ് 156 കിലോമീറ്റർ നമുക്ക് റേഞ്ച് ഇനിയും ബാക്കിയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ CO2 എത്ര സേവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമുക്ക് ചുമ്മാ ഒരു എൻവയോൺമെൻറ്റ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പാർക്കിംഗ് സ്വിച്ച് ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്പേസിൽ വയർലെസ് ചാർജിങ് കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയും നമുക്കൊരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതൊക്കെയാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും. ഗ്ലോ ബോക്സ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതൊക്കെയാണ്. ഇനി റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെയാണ്. 3 പേര് കുറച്ച് സൈസ് കൂടിയിട്ടുള്ള ആൾക്കാർ പോകുമ്പോൾ ചെറിയൊരു തിക്ക് ഫീൽ ചെയ്യെങ്കിലും ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാണ്. ഇതാണ് നമ്മുടെ പനോരമിക് സൺറൂഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ വിശേഷങ്ങൾ. ഹായ്, അങ്ങനെ നമ്മൾ നമ്മുടെ ZS EV ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ZS EVയുടെ എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ഓടിക്കുന്നത്. ഈ ഒരു മോഡലിൽ അഡാസ് ഫീച്ചേഴ്സ് വരുന്നൊരു മോഡലാണ്. ലെവൽ 2 അഡാസ് ആണ് ഇതിൽ വരുന്നത്. എൻ്റെ ഒരു അറിവ് പ്രകാരം ആക്ച്വലി ആദ്യം വന്നിരുന്ന മോഡൽ എക്സ്ക്ലൂസീവ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. അതിന് പിന്നെ റിനെയിം ചെയ്ത് എസെൻസ് എന്നാക്കിയതാണ്. അതിലാണ് നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് വരുന്നത്. അഡാസ് ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഡ്രൈവർ കുറച്ച് കെയർലെസ് ആണെങ്കിൽ പോലും വളരെ ആക്യുറേറ്റ് ആയിട്ട് നമ്മുടെ വണ്ടി നമ്മുടെ സേഫ്റ്റി നോക്കിയോളും. ഇത് നമ്മൾ ഓടിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് 3 മോഡുകളാണ് വരുന്നത്: എക്കോ, നോർമലി, സ്പോർട്ട് മോഡ്. ഞാനിപ്പോൾ സ്പോർട്ട് മോഡ് ഇട്ടാണ് ഓടിക്കുന്നത്. കാരണം എനിക്ക് കുറച്ച് പെർഫോമൻസ് ഒക്കെ ഒരു താല്പര്യമുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സിഗ്നൽ ലൈറ്റിൽ നമ്മൾ വണ്ടി നിർത്തിയേക്കാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ വേറൊരു വണ്ടി ഇതേമാതിരി ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ മൈൻഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോർട്ട് മോഡ് ഇട്ട് ഈസി ആയിട്ട് ആ ഒരു വണ്ടിയെ തോൽപ്പിച്ചിട്ട് ഫോർവേഡ് ചെയ്ത് പോകുന്നതാണ്. കാരണം അത്രയും പെർഫോമൻസ് നമുക്ക് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കിത് അടിപൊളി ഒരു ഓപ്ഷൻ ആയിരിക്കും. വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിന് നോർമൽ മോഡുണ്ട്, എക്കോ മോഡുണ്ട്. നോർമൽ മോഡിനാണെങ്കിൽ നമുക്ക് വലിയ തിരക്കില്ലാത്ത ഒരു സ്ട്രേറ്റ് റോഡിലൂടെ വലിയ പെർഫോമൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാം. ഞാനിപ്പോൾ നോർമൽ മോഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ നോർമൽ മോഡിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ രീതിയിൽ റീജനറേഷനൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ എക്കോ മോഡിൽ എന്ന് പറയുമ്പോൾ വളരെ പെർഫോമൻസ് കുറഞ്ഞ പോലെയാണ് വരിക. അതിലെനിക്ക് തോന്നുന്നു റീജനറേഷൻ കുറച്ചുകൂടി കൂടുതലാണ്. ഇനി എന്താണ് ഈ റീജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ EVകൾക്ക് കൂടുതൽ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു സെറ്റപ്പാണ് റീജനറേഷൻ. നമ്മൾ ഓരോ തവണ ആക്സലറേറ്റർ പുള്ളി ചെയ്തിട്ട് നമ്മൾ കാലെടുക്കുമ്പോഴും നമുക്കൊരു ബ്രേക്കിംഗ് എഫക്റ്റ് വരും. വണ്ടി ഇങ്ങനെ സ്ലോ ആവണ പോലെ തോന്നും. ആ ഒരു ബ്രേക്കിംഗ് എഫക്റ്റിലൂടെ നമ്മുടെ ബാറ്ററിനെ റിവേഴ്സ് ചാർജ് ചെയ്യുന്ന സെറ്റപ്പാണ് ഈ പറഞ്ഞ റീജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീജനറേഷൻ ലെവൽ കുറച്ച് കൂടുതലാണ് എക്കോ മോഡിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ 3 മോഡുകളുണ്ട്. അതിൽ എക്കോ ആണെങ്കിൽ നോർമലായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാൻ എക്കോയിലേക്ക് ഇട്ടിട്ട് ഓടിക്കാൻ പോവാണ്. സോ ഞാനിപ്പോൾ എക്കോയിലാണ് ഓടിക്കുന്നത്. കുഴപ്പമില്ല, കുറച്ച് പുള്ളിങ് ഒക്കെ കുറഞ്ഞു. നമുക്ക് സാധാരണ ഒരു സിറ്റി ഡ്രൈവ്, കുറച്ച് ട്രാഫിക്കൊക്കെ ഉള്ള സമയത്താണ് നമുക്ക് ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ നമുക്ക് നല്ല ട്രാഫിക്കുള്ള സമയമാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി മുന്നിലുള്ള വാഹനത്തിൻ്റെ അകലം പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നല്ല റഷുള്ള റോട്ടുകൂടെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാം. വണ്ടി തന്നെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകും. അതാണ് റൈഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത. അപ്പോൾ റൈഡ് ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ നമുക്ക് കൂടുതൽ റേഞ്ചാണ് വേണ്ടതെങ്കിൽ എക്കോ മോഡിൽ ഉപയോഗിക്കാനും ചെയ്യാം. രണ്ടാമത് പറയുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്, നല്ല സ്മൂത്ത് സസ്പെൻഷനാണ്. ഞാൻ കുറച്ച് റഫ് റോട്ട് കൂടെ ഓടിച്ച് നോക്കി, കുറച്ച് നല്ല റോട്ട് കൂടെ ഓടിച്ച് നോക്കി. നല്ല റോട്ട് കൂടെ ഓടിക്കുമ്പോൾ നമുക്ക് കോർണറൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ അപ്പോൾ സസ്പെൻഷൻ്റെ കാര്യം ഓക്കെയാണ്. പിന്നെ പറയാനുള്ളത് ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിംഗ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം നമുക്ക് ഇലക്ട്രോണിക്കലി സ്റ്റെബിലിറ്റി കൺട്രോൾസും അതുപോലെ ABS പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്കിംഗ് ഈ പറഞ്ഞ മാതിരി അഡാസ് ലെവൽ 2ലും ഈ ബ്രേക്കിംഗ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ട് തന്നെ
ബ്രേക്കിങ്ങിൻ്റെ കേസിൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. പിന്നെ പറയാനുള്ളത് വണ്ടി ഹാൻഡ്ലിംഗ് ആണ്. ഹാൻഡ്ലിംഗ് വളരെ അടിപൊളിയാണ്. നമുക്ക് വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് വണ്ടി ഇരിക്കുന്ന പോലെ തോന്നുന്നത്. അതായത് കുറച്ച് വലിയ വണ്ടിയാണെങ്കിൽ നമ്മൾ നോർമൽ ഹാച്ച് ബാക്കിൽ നിന്ന് കുറച്ച് വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീലേ വരുന്നില്ല. നമുക്കൊരു ഹാച്ച് ബാക്ക് കൊണ്ടുനടക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാഹനം കൊണ്ടുനടക്കുന്ന പോലെ തോന്നുള്ളൂ. പിന്നെ ഈ സീറ്റിംഗ് കംഫർട്ടിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. സീറ്റിംഗ് കംഫർട്ട് നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ടു സീറ്റ് ഹൈറ്റ് ഒക്കെ നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പല ഇലക്ട്രോണിക്കലി കൺട്രോൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. എന്നിരുന്നാലും എനിക്ക് ഈ ഒരു ക്യാബിൻ സ്പേസ്, അതായത് ഡ്രൈവർക്കുള്ള ഒരു ക്യാബിൻ സ്പേസ്, ഞാൻ കുറച്ച് തടികൂടിയ ആളായിരിക്കാം, കുറച്ച് ഇങ്ങനെ ഇടുങ്ങിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലതരത്തിലുള്ള ഒരു സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടും എനിക്ക് ആ ഒരു ഭയങ്കര ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഫീൽ വരുന്നില്ല, കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫീൽ വരുന്നുണ്ട്. അതാണ് എനിക്ക് സീറ്റിംഗ് കംഫർട്ടിനെ പറ്റി പറയാനുള്ളത്. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെയാണ്, പെർഫോമൻസ് വൈസ് ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു വാഹനമാണ്. 461 ഒക്കെയാണ് ഇതിൻ്റെ ക്ലെയിം ചെയ്തിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എക്കോ മോഡലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാലും നല്ല അത്യാവശ്യം റേഞ്ചുള്ളൊരു വാഹനമാണ്. 461 ഒക്കെ റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മുടെ ഡെയിലി ലൈഫിലൊരു 200 കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമുക്കൊരു ലോങ് റൈഡ് നമുക്ക് മിക്കതും വരാൻ ചാൻസ് ഉള്ളൂ. എല്ലാവരുടെ കേസിൽ പറഞ്ഞാൽ എൻ്റെ ഒക്കെ പോലത്തെ ഒരാളുടെ കേസാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും വരുമ്പോൾ ഒരു 200 കിലോമീറ്റർ ഒക്കെയാണ് ലോങ് റൈഡ് വരുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് വൺസ് ചാർജ് ചെയ്താൽ തന്നെ നമുക്ക് ഈ ഒരു സംഭവം ഇനഫാണ്. പക്ഷേ കൂടുതൽ പെർഫോമൻസ് മോഡ് അല്ലെങ്കിൽ സ്പോർട്ട് മോഡിൽ നിന്നിട്ട് ഓടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി റൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ എന്നുള്ള ഒരു ലുക്കൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു അടിപൊളി ഒരു പല സ്ഥലത്തും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു എയ്റോപ്ലെയിൻ്റെ ഒക്കെ ഒരു പ്രൊപ്പല്ലർ പോലെയാണ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ AC വെൻസ് ഒക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ഉള്ളിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രീമിയം ഫീലും അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓടിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ്. പിന്നെ റിയർ സൈഡിൽ ഇരുന്ന് നോക്കിയപ്പോഴും ഭയങ്കര കംഫർട്ടബിളാണ്, ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുമ്പോൾ കംഫർട്ടബിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡ്രൈവർ സീറ്റിൽ എന്തോ ഒരു ചെറിയൊരു എനിക്കൊരു പക്ഷേ തോന്നുന്നു ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ താഴെയുള്ള ഒരു ഭാഗം കുറച്ച് നല്ല വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു വിഡ്ത്തിൽ വന്നുകൊണ്ട് തന്നെ നമുക്ക് പല സാധനങ്ങളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ പിന്നെ അതുപോലെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് നല്ല വലുതാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ ആ ഒരു ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഡീൽ ചെയ്യാനായിട്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സംഭവം വെച്ച് നോക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സിമ്പിളി പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതൊരു ചെറിയ റൂട്ടിലൂടെയും അല്ലെങ്കിൽ റഷ് ആയിട്ടുള്ള സ്ഥലത്തിലൂടെയും പോകാം. അതുപോലെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് വാർണിങ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വളരെ ചെറിയ റോഡാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ സാധിക്കും. പിന്നെ ഈ ഒരു വാഹനം നമുക്ക് 4 കളർ സ്കീമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്ലേസ് റെഡ്, അറോറ സിൽവർ, അതുപോലെ സ്റ്റാറി ബ്ലാക്ക്, അതുപോലെ കാൻഡി വൈറ്റ്. അപ്പം നമ്മളിപ്പോൾ ഓടിക്കുന്നത് കാൻഡി വൈറ്റ് ആണ്. എനിക്കെന്തോ ഈ ഒരു മോഡലിൽ കാൻഡി വൈറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഈ ഒരു കാറിന് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക റോഡ് പ്രസൻസ് ഉണ്ട്. ഇതൊരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണെങ്കിലും പക്ഷെ ഒരു പ്രത്യേക അതിനേക്കാൾ വലിയൊരു വാഹനത്തിൻ്റെ ഒരു റോഡ് പ്രസൻസ് പോലെ തോന്നുന്നത്. കാരണം വൈറ്റ് കളേഴ്സ് എപ്പോഴും നമുക്ക് നല്ലതാണ്. വൈറ്റ് കളേഴ്സ് എപ്പോഴും നമുക്ക് നമ്മുടെ വാഹനത്തിന് വലിപ്പം കൂട്ടി കാണിക്കും. നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഹീറ്റ് അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും. അതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ വിസിബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. നമുക്ക് ആക്സിഡൻറ്റ് സാധ്യതകൾ കുറവായിരിക്കും. അതുപോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള ഒരു കളറാണ് വൈറ്റ് കളർ. അതേപോലെ തന്നെ ചെളിയായാലും പ്രശ്നമുണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, എന്നാലും കൂടുതൽ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറാണ് എൻ്റെ ഫേവറേറ്റ്. അത് തന്നെയാണ് എനിക്കിന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാനും കിട്ടിയിട്ടുള്ളത്. പിന്നെ പല ആൾക്കാർക്കും ഇതിൻ്റെ ഗ്ലേസ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഇഷ്ടമാണ്. അത് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷേ എന്തോ എനിക്ക് ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൽ ഇതിൻ്റെ വൈറ്റ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിലൊക്കെ ഉള്ള ആ ഒരു ഈ പറഞ്ഞ കോമ്പാക്ട്നെസ് അത് പ്രത്യേകിച്ച് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് ഈ വൈറ്റ് കളറിൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബ്ലാക്കും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇതിൻ്റെ കളർ സ്കീംസ് വരുന്നത്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4323 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിന് 1809 mm വിഡ്ത്ത് വരുന്നുണ്ട്, 1649 mm ഹൈറ്റ് വരുന്നുണ്ട്, 177 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് ചെറിയൊരു പമ്പി ആയിട്ടുള്ള റോഡ് കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓടിച്ചു പോകാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എല്ലാം കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് പോലുള്ള ക്രോസ് ഓവർ SUVs ആണ്. കാരണം റോഡ് കണ്ടീഷൻ അത്ര ചൊവ്വില്ല. ലുക്കിൻ്റെ ഒരു കൺസെപ്റ്റ് ആൾക്കാർക്ക് മാറി. സെഡാൻ കാറുകളൊക്കെ മാറിപ്പോയി. ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റ്ലി നമ്മുടെ മാരുതിയുടെ സിയാസ് നിർത്താൻ പോകുന്നതാണ് പറയുന്നത്. ഈ സെഡാൻ കാറുകളുടെ ആൾക്കാർക്കുള്ള ഒരു ഇഷ്ടക്കേട് കൊണ്ടും കൂടിയാണ് അവർ നിർത്തേണ്ടി വരിക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, ലുക്കും ഓക്കെയാണ്. പിന്നെ നമുക്ക് വീൽ ബേസ് ഏകദേശം 2500 അടുത്ത് 500 തൊട്ട് മുകളിലായിട്ട് നമുക്ക് വീൽ ബേസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡയമെൻഷൻ വൈസ് ചെക്ക് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ ഓവറോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഇലക്ട്രിക് ടെക്നോളജി തന്നെ ആദ്യം വന്ന സമയത്ത് അതിലാദ്യം വന്നിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ MG എന്ന് പറയുന്നത്. MGക്ക് പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട്. MG നമ്മുടെ അവിടെ നിന്നുള്ളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ പോലും ഒരു പ്രത്യേക ഫാൻ ബേസിൽ പെട്ടെന്ന് ഒരുപാട് കസ്റ്റമേഴ്സിനെ
കളക്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് MG. എനിക്ക് തോന്നുന്നു MGയുടെ ICE കാറുകളേക്കാൾ കൂടുതൽ EV കാറുകൾക്കായിരിക്കും ഇന്ത്യയിൽ ഫാൻസ് കൂടുതൽ. അതിൽ തന്നെ വളരെ സക്സസീവ് ആയിട്ടുള്ളൊരു മോഡലാണ് നമ്മുടെ ഈ പറഞ്ഞ ZS EV എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ബൈഡിൻ്റെ കാറുകളും ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ബ്രാൻഡുകളുടെ കാറുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ EV കാറുകൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടാറ്റ ആണെങ്കിലും ഇതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു ഡിസൈനിങ് സ്റ്റൈലും ആ ഒരു ഭംഗി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ഈ ഒരു കാറിന് ഇത്രയും ഫാൻസ് വരാനുള്ളൊരു കാരണം. ഈ വാഹനത്തിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് പ്രോ എന്ന് പറഞ്ഞിട്ട് പണ്ട് വന്നിരുന്ന മോഡൽ പിന്നീട് അതിന് എസൻസ് എന്ന് പറഞ്ഞ പേരിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. ഇത് നമ്മുടെ ഗ്രേ ഇൻറ്റീരിയർ വരുന്നൊരു മോഡലാണ്. ഈ ഒരു മോഡലിൽ ഇന്നത്തെ ഒരു പ്രൈസിൽ നമുക്ക് ഏകദേശം വരുന്നത് 28,30,000 സംതിങ് ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ADAS ലെവൽ 2 വരെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സേഫ്റ്റി ഉണ്ട്. നല്ലൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ വാഹനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് അതൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു പ്രൈസ് എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 21,50,000 മുതലാണ് ഓൺ റോഡ് വരുന്നത്. ഞാനിത് ഏകദേശം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഡെയിലി EVയുടെ പ്രൈസ് ഓരോ സ്കീമിൻ്റെ പേരിൽ കുറയാറുമുണ്ട് കൂടാറുമുണ്ട്. അതുകൊണ്ട് എനിക്ക് പക്ക ഞാൻ പറയുന്ന പ്രൈസ് തന്നെ ആവണം നിർബന്ധമില്ല. ഞാൻ ഏകദേശം ഒരു റൗണ്ട് അപ്പ് ഇതിലാണ് പറയുന്നത്. മറ്റേതൊരു 27 lakhs പ്ലസ്, പിന്നെ ബേസ് മോഡൽ ഒരു 21 lakhs പ്ലസ് ഇത്രയാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഡെമോ കാറാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോൾ ഓടിക്കുന്ന ഡെമോ കാറാണ്. ഇതിന് നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ടാണ് നമ്മുടെ മോട്ടോകണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ടോപ്പ് മോഡലൊരു വാഹനമാണ്. ഇതിൻ്റെ റേറ്റ് ഞാനായിട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ വിളിച്ച് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് എത്രയും ഫീച്ചർ വേണം, വളരെ കുറച്ച് പ്രൈസ് നിങ്ങളുടെ ഉള്ളൂ, ക്യാഷ് എമൗണ്ട് ബഡ്ജറ്റ് നിങ്ങളുടെ ഉള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനത്തെ വണ്ടികളായാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ട്രാവൽ ചെയ്ത് കൊണ്ടുണ്ടാവും. അത് വേറെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനായിട്ട് ട്രാവൽ ചെയ്ത് കൊണ്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ കിലോമീറ്റർ റേഞ്ച് ഉണ്ടാവും. പക്ഷേ ഓവറോൾ വണ്ടി നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ വാഹനങ്ങൾ എടുത്താലും ഓക്കെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോകണ്ടിനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു വണ്ടിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് മോഡലൊക്കെ ആകുമ്പോൾ അത് EV ആയതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 20 lakh അപ്പോൾ നിയർലി ഒരു 30 lakhൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രൈസ് വരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് EV ആയതുകൊണ്ടാണ്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ 8 years ബാറ്ററി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, ഇനഫായിട്ടുള്ളൊരു ബാറ്ററി വാറണ്ടിയാണ്. കാരണം നമ്മൾ 8 yearsലും നമ്മൾ ഭീകരമായിട്ടൊന്നും പല ഫാമിലി ഓടുന്നില്ല, അല്ലെങ്കിൽ പല കാർ ഓണേഴ്സൊന്നും ഓടുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് 8 year ബാറ്ററി ആണെങ്കിൽ നമ്മുടെ ബാറ്ററി വളരെ കുറഞ്ഞ യൂസ് ആണെങ്കിൽ ഇഷ്ടം പോലെ ഇനിയും നമുക്ക് വാറണ്ടി ഇല്ലാണ്ട് തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നല്ല യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ 8 year വാറണ്ടി എന്നുള്ള ഒരു ലിമിറ്റേഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ നമുക്ക് 15 years അല്ലെങ്കിൽ നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ഒക്കെ കിട്ടുന്ന ബ്രാൻഡുകൾ ഇപ്പോഴുണ്ട്. അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ വളരെ എലഗൻ്റ് ആയിട്ടുള്ള ലുക്കുള്ളൊരു കാറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ സിമ്പിൾ ആൻഡ് എന്താ പറയുക, ഭീകര ലുക്കാണ് എനിക്ക് തോന്നിയത്. നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനമാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല റൈഡിങ് കംഫർട്ടാണ്, അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇൻറ്റീരിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഡ്രൈവ് ചെയ്യാനും നല്ല പ്ലഷറുള്ളൊരു വാഹനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ MG പോലുള്ള ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിൻ്റെ ഒരു വാഹനം നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വേറൊരു ലെവലാണ്, നമുക്കൊരു ഫീലാണ് തരുന്നത്. അതിൻ്റെ എല്ലാ ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ താഴെ കാണുന്ന ബ്രാൻഡുകളുടെ വാഹനത്തിന് വേണ്ടി നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മോട്ടോകണ്ട് കുന്നംകുളത്തെ ഷോറൂമിനെ കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെമോ കാർസ്, ഇയർ ബാഗ്സ് ആയിട്ടുള്ള കാറുകളൊക്കെ വളരെ ചീപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാഹനങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷേ കാണാൻ പുതിയതുപോലെ തന്നെ ആയിരിക്കും, എല്ലാം നീറ്റ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലുള്ള വാഹനങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മുടെ മോട്ടോകണ്ടിനെ കണക്ട് ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ജിനോ ടെക് വ്ലോഗ്സ്.